ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോ എല്ലാരും എന്നോട് ചോദിച്ചു എന്താ ഷെമി ഒരു മൂഡ് ഓഫ് ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. പുതിയ ഫോർച്യൂണർ ലോഡിംഗ് ആണ്. ടി ഫാമിലി ലേറ്റസ്റ്റ് ആയിട്ട് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അവർ മാക്സിമം ഒരു ഫൈറ്റ് സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഒരു മൂഡ് ഓഫ് ഞാനൊന്ന് പറയട്ടെ ഷെമിയെ, നീ പറയണ്ട ഞാൻ പറഞ്ഞു. ഇയാളിങ്ങനെ തിരിഞ്ഞിന്റെ വീഡിയോ എടുത്തോണ്ടായിരുന്നു. ആ ഡാൻസ് കളിക്കുന്ന പിള്ളേരെല്ലാം ഫോർച്യൂണർ വാങ്ങി. മോളെ അതിന് എനിക്ക് ഡാൻസ് കളിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ അറിയാവൂ. ഡാൻസ് ഒന്നും കളിക്കണ്ട, വീട്ടുകാരായിട്ട് അടിപൊളി ബ്ലോഗ് ഇട്ടാൽ മതി, ഫോർച്യൂണർ ഒക്കെ വരും. അങ്ങനെയാണെങ്കിൽ എന്റെ ഐഡിയ ഉണ്ട്. നമുക്ക് പറയാണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞു മൈലാഞ്ചി വാങ്ങി കൊടുത്തില്ലെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാക്കണമല്ലോ. പെരുന്നാളല്ലേ, ചെറിയ അടിവഴക്കൊക്കെ ഉണ്ടാക്കിയാലല്ലേ അത് തന്നെ ഹൈലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തുള്ളൂ. തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം ഈച്ചയും ചക്രയും പോലെ അല്ലായിരുന്നോ? ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട്. കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞേ. ചില പെണ്ണുങ്ങൾക്കുള്ളൊരു വിചാരമുണ്ട്, പൊന്നോ ഒടുക്കത്താ പിന്നെ ശരി ഇൻട്രസ്റ്റിനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? എത്ര ഉണ്ട് പിന്നെ ഇട്ടാത്തത്? അപ്പൊ ഇനി വാങ്ങി കൊടുക്കണം. അത് എന്താ ഞാൻ ചെയ്യാം? എത്ര ആൾക്കാർ ചേട്ടാ ഫോർച്യൂണർ വാങ്ങാനുള്ള കാശായി. ഹലോ ഗായ്സ്, പച്ച വീട്ടിൽ പ്രശ്നത്തിന്റെ വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഗായ്സ്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് സന്തോഷം പങ്കിടാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പുതിയ ഫോർച്യൂണർ